ഒരു ബോളിനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്നും 90 ഡിഗ്രി ആംഗിളിൽ ഒരു നിശ്ചിത വെലോസിറ്റിയിൽ എറിയുമ്പോൾ ആ ബോളിന് ലഭിക്കുന്ന വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് 0 ആയിരിക്കും. ഇത് കാരണത്താൽ ഒബ്ജക്റ്റ് സഞ്ചരിക്കുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നില്ല. എന്നാൽ 90 ഡിഗ്രി എന്ന ആംഗിളിനേക്കാൾ കുറഞ്ഞ ആംഗിളിൽ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഡിസ്റ്റൻസിനെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ആംഗിൾ കുറക്കുന്നതിലൂടെ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുകയും എന്നാൽ 45 ഡിഗ്രി എന്ന ആംഗിളിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു മാക്സിമം റേഞ്ച് ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം എത്ര ആംഗിൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്താലും റേഞ്ച് ഇതിനേക്കാളും കുറവായിട്ടായിരിക്കും വരുന്നത്. റേഞ്ചിന്റെ വാല്യൂ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ വാല്യൂവിനെയും അതുപോലെ ഒബ്ജക്റ്റ് വായുവിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആംഗിൾ കുറയുന്നതിനനുസരിച്ച് അത് വായുവിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയുകയും എന്നാൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ വാല്യൂ കൂടുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ 45 ഡിഗ്രി ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ടൈമിനും ബോഡിയുടെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനും റേഞ്ച് മാക്സിമം വരത്തക്ക രീതിയിലുള്ള വാല്യൂ ലഭിക്കുന്നു. ഇത് കാരണത്താലാണ് 45 ഡിഗ്രിയിൽ ബോളിനെ എറിയുമ്പോൾ അതിന് മാക്സിമം റേഞ്ച് ലഭിക്കുന്നത്. രണ്ട് ബോളുകളെ ഒരേ ഹൈറ്റിൽ നിന്ന് എറിയുമ്പോൾ അവ താഴെ എത്താനെടുക്കുന്ന സമയം അവയുടെ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റിനെ മാത്രമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ റെസിസ്റ്റീവ് ഫോഴ്സുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരിക്കലും ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ മാറ്റം വരുത്താൻ സാധിക്കില്ല. എന്നാൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആയതിനാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് വെർട്ടിക്കൽ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂട്ടാൻ സാധിക്കും. ഇവിടെ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എത്ര കൂടിയ ഹൊറിസോണ്ടൽ വെലോസിറ്റി കൊടുത്താലും ഹൊറിസോണ്ടൽ വെലോസിറ്റി കൊടുക്കാത്ത ബോളിന്റെയും ഹൊറിസോണ്ടൽ വെലോസിറ്റി കൊടുക്കുന്ന ബോളിന്റെയും ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആണ്. അതായത് രണ്ട് ബോളിന്റെയും ഇനീഷ്യൽ വെർട്ടിക്കൽ വെലോസിറ്റി സെയിം ആണ്. ഈ വെലോസിറ്റി ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണത്താൽ കൂടുന്നു. ഇവിടെ രണ്ട് ബോളിന്റെയും വെർട്ടിക്കൽ വെലോസിറ്റികളുടെ മാഗ്നിറ്റ്യൂഡും സിമിലർ ആയിരിക്കും. ആയതിനാൽ ഒരേ ഹൈറ്റിൽ നിന്ന് അവയെ എറിയുമ്പോൾ അവ രണ്ടും റിവറിൽ സെയിം ടൈമിൽ എത്തിച്ചേരുന്നു.